ശരണാഗതന്മാർക്കിട്ട് വരദാനം ചെയ്തു ചെമ്മേ. ശരണാഗതന്മാർക്കിട്ട് വരദാനം ചെയ്തു ചെമ്മേ. ഗുരുവായൂർ പൂർവം ഇന്ന് സംഗീതമാണ് വിഷയം. ഞാനൊരു സംഗീത വിദ്യാർത്ഥിയല്ല, സംഗീതത്തെപ്പറ്റി വലിയ ധാരണയില്ല. എങ്കിൽ കർണാടക സംഗീതം എന്ന് പറഞ്ഞൊരു വല്ലാത്ത അനുഭവം, അതല്ലെങ്കിൽ അനുഭൂതി ചെറുപ്പകാലം മുതലേ എന്നിലുണ്ട്. പ്രത്യേകിച്ച് കർണാടക സംഗീതം. ഇന്നത്തെ വിഷയം സംഗീതമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഹിരണ്യൻ തമ്പിയുടെ കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ എന്ന ശ്രീരാഗത്തിലുള്ള കൃതി പോലെ മറ്റൊരു ത്യാഗരാജ കൃതി, വളരെ വിശ്രുതമായ ഒരു ത്യാഗരാജ കൃതിയെക്കുറിച്ചാണ്, അതിൻ്റെ പിറവിയിലുണ്ടായ ദിവ്യ മുഹൂർത്തത്തെക്കുറിച്ച് നിങ്ങളെ ആ കഥ അല്ലെങ്കിൽ ആ മുഹൂർത്തത്തെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. ഒരു നൂറ്റാണ്ടിന് മുൻപ് പവിത്രമായ കാവേരിയുടെ തീരം, തിരുവയ്യാർ ഗ്രാമത്തിലെ ഒരാശ്രമം. സമയം സന്ധ്യ. ശിഷ്യന്മാരെല്ലാവരും ആശ്രമത്തിൻ്റെ മുൻപിലെത്തി നിലത്തിരുന്നു. അല്പം കഴിഞ്ഞ് ആശ്രമ അധിപതി സാക്ഷാത് ത്യാഗരാജ സ്വാമികൾ രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം ധ്യാനാവസ്ഥയിലിരുന്നു. അപ്പം ഇന്നും പതിവ് പോലെ ശിഷ്യന്മാരെല്ലാം ഓരോ കീർത്തനങ്ങൾ പാടും. അതിൻ്റെ ഒടുവിൽ കുറേയൊക്കെ അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും സ്വാമികൾ ഒരു കീർത്തനം പാടും. അതാണ് പതിവ് അവിടുത്തെ. അപ്പോൾ പകൽ സമയങ്ങളിൽ ഉഞ്ചവൃത്തി നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ വിഷാന്തേഹിയായി ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് സ്വാമികൾ പറയുന്ന, അദ്ദേഹം പാടുന്ന പല്ലവിയും അനുപല്ലവിയും ചരണങ്ങളുമൊക്കെ വൈകിട്ട് ശിഷ്യന്മാർ എഴുതിയെടുക്കുക, അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നിശ്ചയിക്കുക, അതൊക്കെയാണ് എന്നും പതിവുള്ള. അന്നും ആ പതിവുണ്ടായി. കുറേ സമയമായി ശിഷ്യന്മാരെല്ലാം പാടിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ ഏറ്റവും പിന്നിലായി ഒരു അസാധാരണമായ കീർത്തനാരവം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. സ്വാമികളും അത് ശ്രദ്ധിച്ചു. അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ ശിഷ്യന്മാരാരുമല്ല, മറ്റാരോ ആണ്. അങ്ങനെ ഒരു വ്യക്തി അവിടെ വരാനുള്ള സാധ്യതയില്ല. എന്തായാലും സ്വാമികൾ കേൾക്കാത്ത, അദ്ദേഹം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാൾ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ഗണങ്ങളുടെ പിറകിലായി നിലത്തിരുന്ന് പാടുന്നു. ഇടതുകാലിൽ ഗഞ്ചിറ ചേർത്ത് വെച്ച് വലതുകാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ ഗഞ്ചിറയിൽ താളം പിടിച്ച് ഒറ്റത്തന്ത്രിയുള്ള തമ്പുരു മീട്ടി ഒരു താടിക്കാരൻ പ്രൗഢഗംഭീരമായ മുഖഭാവത്തോടെ ഇരുന്ന് പാടുന്നു. പന്തുവരാളി രാഗത്തിലുള്ള ചന്ദന ചർച്ചിത. ഇത് കേട്ടുകൊണ്ട് സ്വാമികൾ മെല്ലെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. അപ്പോൾ അസാധാരണമായ ആ ശബ്ദ സൗന്ദര്യം, ശബ്ദ ഗാംഭീര്യം, 6 കാലങ്ങളിലായി പാടുന്ന, അല്ലെങ്കിൽ അന്നത്തെ ഖ്യാതിയോടുകൂടിയ ആ മഹാത്മാവിനെക്കുറിച്ച് പെട്ടെന്ന് ത്യാഗരാജസ്വാമികളുള്ളിൽ ആ ചിന്തയുണ്ടായി. അത് മറ്റാരുമല്ല, അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ള ആ മഹാത്മാവിനെ നേരിൽ കണ്ടു. നേരെ അടുത്തു ചെന്നു. ഗായകൻ പാട്ട് കഴിഞ്ഞ് എഴുന്നേറ്റു. 2 മധ്യാഹ്ന സൂര്യന്മാരെ പോലെ 2 മഹാത്മാക്കൾ, ഷട്കാല ഗോവിന്ദമാരാരും സാക്ഷാൽ ത്യാഗരാജസ്വാമികളും പരസ്പരം കണ്ടു. ആലിംഗനമദ്ധരായി. ആ സമയം ത്യാഗരാജസ്വാമികളുടെ ചുണ്ടിൽ നിന്നും ഒരു കീർത്തനത്തിൻ്റെ പല്ലവി, എന്തരോ മഹാനു ഭാവലോ. ഈ കീർത്തനം അവിടെ ആ സമയത്ത് ഉണ്ടായതാണ്. അല്ലയോ മഹാത്മാവേ, അനേക വർഷങ്ങളായി ഞാൻ കേട്ടിരുന്ന, കാണാൻ ആഗ്രഹിച്ച അങ്ങ് ഇപ്പോഴാ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അങ്ങയ്ക്ക് വന്ദനം, 1000 വന്ദനം. 2 ദിവ്യ മഹാത്മാക്കൾ തമ്മിൽ കാണുന്ന ഒരു അപൂർവ സുന്ദരം. ഈ വിഖ്യാതമായ രചന
ഈ കീർത്തനം അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. സംഗീത വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ത്യാഗരാജ സ്വാമികളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഏത് വാഗ്ഗേയകാരന്മാരെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിച്ചു വെക്കുമ്പോൾ ഈ കഥകളും ഈ സംഭവങ്ങളും ഓർമ്മയുണ്ടാകണം. നന്ദി, നമസ്കാരം.